അങ്ങനെ വളരെ അമിത വിശ്വാസത്തോടെയും അമിത ആവേശത്തോടെയും ഇപ്പോൾ മറിച്ച് കളയും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പണിക്കിരുന്നു. നിസ്സാരം നിസ്സാരമെന്ന് തലയ്ക്കകത്ത് 1000 തവണയെങ്കിലും മുദ്രാവാക്യ വിളികൾ മുഴങ്ങിക്കാണും. പണി തുടങ്ങും മുന്നേ പൂത്തുലഞ്ഞ പാടം കണക്കെ, വിശാലമായ ഷോറൂം കണക്കെ, ഇഷ്ടംമാതിരി വലിയ ക്യാൻവാസ് പടം വരയ്ക്കാൻ കിട്ടുമല്ലോ എന്ന അതിയായ സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ അതധികം നീണ്ടില്ല. കാരണം വഴിയെ പറഞ്ഞുതരാം. ഒരെണ്ണം നേരത്തെ ചെയ്ത മുൻപരിചയത്തിൽ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് രാത്രി ഒരു 9-9:30 മണിക്ക് തുടങ്ങിയ പണിയാണ്. പെയിൻറ്റിങ് ഇന്ന് തീർക്കണം, നാളെ മുത്ത് പിടിപ്പിക്കണം. വൻ പ്ലാനിങ്ങോട് തുടങ്ങിയ പരിപാടി ആദ്യമേ പാളാൻ തുടങ്ങി. വീഡിയോ പിടിച്ച് 4 ആളെ കാണിക്കാമെന്ന വ്യാമോഹം ഒക്കെ എവിടെയോ പാറി. വിശാലമായ ഷോറൂം കണക്ക് കിടന്ന എൻ്റെ ടോപ്പിന് അടിക്കാൻ ചായം തികയില്ല. വെള്ളം ചേർത്ത് നെടുക്കി ഞാൻ ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ എങ്ങനെയൊക്കെ എത്തിച്ചു. വെള്ളം കൂട്ടിയപ്പോൾ അടുത്ത പ്രശ്നം. പടത്തിൻ്റെ വ്യാസം കൂടിപ്പോയോണ്ട് എംബ്രോയ്ഡറി ഹൂപ്പിനുള്ളിൽ പടം നിൽക്കില്ല. അനാവശ്യമായ മടക്കുകളും ചതവുകളും തുണിക്കും പടത്തിലും വരുമെന്നതുകൊണ്ട് തുടക്കത്തിലെ ആ ശ്രമം ഞാനങ്ങ് ഉപേക്ഷിച്ചു. അടിക്കുന്ന ചായം ലൈനിങ്ങും കഴിഞ്ഞ് ടോപ്പിൻ്റെ പിന്നാമ്പുറത്ത് എത്താൻ പാടില്ലല്ലോ. അതിന് ജെമിനി ചേച്ചി ഒരു വഴി പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അടിയിലൊരു കാർഡ്ബോർഡ് പേപ്പർ വയ്ക്കാൻ. പാതിരാത്രി ഏത് കാർഡ്ബോർഡും? വെള്ളത്തുണിയായതുകൊണ്ട് കിട്ടിയ വെള്ള ചാർട്ട് വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഒരിതൾ ചായം പുരട്ടിക്കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ചാർട്ട് പേപ്പർ നീക്കിയപ്പോഴാണ് അടുത്ത പണി അറിഞ്ഞ്. തുണിയിലെ നനവ് കാരണം ചാർട്ടും തുണിയും തമ്മിൽ അഗാധ പ്രണയത്തിലായിരിക്കുന്നു. വല്ല വിധേനയും ബേസ് കോട്ട് കൊടുത്ത് ഞാൻ ആശ്വസിച്ചു. അപ്പോഴേക്കും അടുത്ത പണി വന്നു. ചുവന്ന ചായം മാത്രം ഒരു കുലുക്കവും ഇല്ലാതെ കഴുത്തറ്റം വരെ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ആവേശത്തിലെടുത്തങ്ങടിച്ചു. ആശാൻ്റെ നെഞ്ചത്താണോ കളരിക്ക് പുറത്താണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും കുറുക്കി കൊണ്ടിട്ടില്ലെന്ന് മനസ്സിലായി. വെളുപ്പാങ്കാലം 3 മണിയായെന്ന് നടുവും കഴുത്തും കൈയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു. വല്ല വിധേനയും ചായം തേക്കൽ തീർത്തു. എത്ര കാലം ബ്രഷ് എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തലയിൽ ഇതൊക്കെ വരണ്ടേ? ഇത് കാണുമ്പോൾ ആൾക്കാരെന്നെ കരിവാരി തേക്കുമോ എന്നറിയാതെ ഞാനൊന്ന് നിന്നു. എല്ലാം കഴിഞ്ഞ് എൻ്റെ കരവിരുതിൽ ഞാനൊന്ന് പാളി നോക്കി. ലോകത്തിലെ തന്നെ വലിയ പുഷ്പമായ റഫ്ലേഷ്യ കണക്ക് ഒരു പൂ. എന്തായാലും കൊച്ചിൻ്റെനേക്കാളും വലിയൊരു പൂ. സന്തോഷം. എന്നാലും എവിടെയോ എന്തോ ഒരിത്. നാളത്തെ മുത്തുപിടിപ്പിക്കലിൽ സകലതും പൊളിക്കാം എന്ന് സ്വയം ആശ്വസിച്ച് വെളുപ്പാങ്കാലമായ ബോധം ഇല്ലാതെ ഞാൻ കട്ടിലിനെ പ്രാപിച്ചു. ആവേശം മൂത്ത് വലിയ പടം വരച്ച ഞാൻ മുത്തുവയ്ക്കാൻ പൂവിൻ്റെ നടുക്കും അത്യാവശ്യം ഒരു വലിയ സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ടേ. ഇട്ട ഓട്ട നികത്താൻ മാത്രം മുത്തു മിച്ചം ഉണ്ടോ എന്നതായി അടുത്ത ആശങ്ക. മിച്ചം ഉണ്ടായിരുന്ന വലുതും ചെറുതുമായ മുത്തുകൾ കുത്തി നിറച്ചും പരത്തി തുന്നിയും വൈകിട്ടോടെ ഓട്ട അങ്ങ് നികത്തി. കലാപരിപാടികൾ തീർന്ന സ്ഥിതിക്ക് നാട്ടുകാരെ കാണിക്കാൻ ഫോട്ടോയും പിടിക്കണമല്ലോ. ടി വിയിൽ ദൃഷ്ടി ഉറപ്പിച്ചിരുന്ന കൊച്ചിനെയും പൊക്കി ഫോട്ടോ എടുക്കാൻ മുറ്റത്തിറങ്ങി. കാർട്ടൂൺ പാതി വഴിക്കായൻ്റെ നീരസം അവളുടെ മുഖത്തുണ്ടെങ്കിലും കുറച്ചു നേരം ഫോൺ കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് പോസ് കൊടുക്കാൻ അവൾ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറേ ചീസും ലവള് വാരി വിതറുന്നുണ്ടായിരുന്നു. അവസാന ശ്രമം കണക്കെ എന്നോട് കറങ്ങാൻ ആവശ്യപ്പെട്ടു. 2 കറക്കം കറങ്ങിയപ്പോൾ എനിക്ക് ചിലത് മനസ്സിലായി. കന്നുകുട്ടി ചാടും പോലെ പശുവിന് ചാടാനാകില്ലല്ലോ. പോരാത്തതിന് ഞാൻ കറങ്ങുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി വല്ലാണ്ടങ്ങ് കൂടുന്നെന്നും മനസ്സിലായി. വെറുതെ മണ്ണ് തിന്നണ്ടെന്ന് വെച്ച് ബാക്കി കാർട്ടൂൺ കാണാൻ ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ആള് സ്ഥലം വിട്ടു. അങ്ങനെ ഒരു വലിയ ആഗ്രഹം സഫലമായി. അടുത്തെങ്ങും ഇമാതിരി പണിയും കൊണ്ട് ഞാൻ ഇറങ്ങില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വഴിയെ നോക്കാം.